ഹായ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 1000 പോയിൻ്റ് ഡൗൺ ആണ്. കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിലെ സിറ്റുവേഷൻ ഇതാണ്. ഭയങ്കര വോളറ്റൈലാണ്. മാത്രമല്ല മാർക്കറ്റ് ഡൗൺ ട്രെൻഡുമാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പാനിക്കിലാണുള്ളത്. ഞാൻ ഒരു കഥ പറയട്ടെ. 20 വർഷം മുമ്പുള്ളതാണ്. ഈ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഈ ഒരു കഥ പറയുന്നത് എന്തിനാണ് എന്നല്ലേ ആലോചിക്കുന്നത്. അത് ഞാൻ പറയാം. ആ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനു വേണ്ടിയായിരുന്നു ഈ കഥ പറഞ്ഞിട്ടുള്ളതെന്ന്. 20 വർഷം മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ ഷേർഖാനിൽ ജയനഗർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയം കസ്റ്റമർ ഡീലിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജോബ് പ്രൊഫൈലായിരുന്നു എൻ്റെ അടുത്ത്. അന്നത്തെ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഡീലർ ഇരിക്കും, അതിന് കുറേ പേര് വന്ന് ഇരിക്കും. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ബൈയും സെല്ലൊക്കെ ചെയ്യണം. അതാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബ്രാഞ്ചാണ് ഷേർഖാനിലെ ജയനഗർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പേര് എപ്പോഴും ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ അതിലൊരാൾ, പ്രത്യേകിച്ചൊരു മലയാളിയാണ് അദ്ദേഹം, ജോസഫ് എന്നാണ് പേര്. ഇദ്ദേഹം നാട്ടിൽ കോട്ടയത്തോടെയാണ്. ഏകദേശം ഒരു 70 വയസ്സിനോടടുപ്പം 70. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് റിട്ടയറായി ബാംഗ്ലൂർ തന്നെ സെറ്റിൽഡാണ്. അപ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫാണ് ആക്ച്വലി ഫുൾ ഡേ. ആ സമയത്താണ് ഇദ്ദേഹം ബ്രാഞ്ചിലേക്ക് വരികയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. മലയാളി ആയതുകൊണ്ട് മല്ലു ഭയങ്കര സ്നേഹമൊക്കെയാണ്. മാത്രമല്ല നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എപ്പോഴും. അപ്പോൾ നല്ലൊരു പരിചയമാണ് അദ്ദേഹമായിട്ട്. ഇദ്ദേഹം സാധാരണ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റിലും ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിരിച്ച് കൈകാട്ടി പോകത്തേ ഉള്ളൂ. ഇടയ്ക്ക് വരുമ്പോൾ നോക്കും, ഇദ്ദേഹം നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡിനാണ്, അടുത്തേക്ക് വരില്ല. ആളുകൾ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഒരു 40-50 പേരുണ്ടായിരുന്നത് ഒരു 20 പേരൊക്കെ ആയി കുറയും. അപ്പോഴും ഇദ്ദേഹം വന്നിട്ട് കൈ കാണിച്ച് ചിരിച്ചൊക്കെ പോകും. പിന്നെ വരുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു 5-6 പേരുണ്ടാവും. അപ്പോഴും അദ്ദേഹം അടുത്തേക്ക് വരില്ല. കൈ കാണിച്ചിട്ട് സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. വീട്ടിൽ എല്ലാവർക്കും സുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പുറയിൽ ആരും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം വരും. അപ്പോൾ ഇദ്ദേഹം ആരും ഇല്ലായിരുന്ന സമയത്ത് വന്നിട്ട് പുള്ളി പറയും, ഏതൊക്കെ സ്റ്റോക്കാണ് നിനക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ റെക്കമെൻഡേഷൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പകരം എന്താ, നമ്മുടെ ബ്രോക്കിംഗ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു സെർട്ടൻ നമ്പർ ഓഫ് സ്റ്റോക്സ് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുള്ളി പറയും, നീ എല്ലാം ഒന്നും പറയണ്ട, ഞാൻ ഇത്ര എമൗണ്ട് തരാം. ഒരു അന്നത്തെ കാലത്തൊരു 50 lakhs മുതൽ 1 crore വരെയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം എമൗണ്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സുകളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് വാങ്ങിച്ചോളാൻ പറയും. ഏകദേശം ഒരു സ്റ്റോക്ക് ഒരു 5 lakhs ആ റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ പറയും. അപ്പോൾ 50 lakhs ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പുള്ളി 10 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ വാങ്ങിച്ചോളണം. അത് കഴിഞ്ഞിട്ട് പുള്ളി പോകും. പിന്നെയും ഇടയ്ക്ക് വരും, വർത്തമാനം പറഞ്ഞിട്ടൊക്കെ പിന്നെയും പോവും. സ്റ്റോക്കിൻ്റെ നമുക്ക് അപ്ഡേഷനൊക്കെ കാണണ്ടേ സാർ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയാം. ഒന്നും കാണണ്ട പുള്ളിക്ക്. പിന്നെയും കുറേ കഴിഞ്ഞ് വരും. അപ്പോൾ വരുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഗൂഗിളിൽ എൻ്റെ ചുറ്റും ഒരു 10 പേരൊക്കെ ആയി. ആ സമയത്ത് പുള്ളി ഓക്കെ അവിടെ നിന്ന് കൈ കാണിച്ച് പോകും. അപ്പോൾ ഇടയ്ക്ക് വരും. പിന്നെ വരുമ്പോൾ ഒരു 10-20 പേരുണ്ടാവും എൻ്റെ ചുറ്റും. അപ്പോഴും പുള്ളി ചോദിക്കും, പുള്ളിയോട് ഞാൻ, സാർ നമ്മുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അറിയണ്ടേ? അപ്പോൾ പുള്ളിക്കാരൻ പറയും, നോ വേണ്ട അതൊക്കെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകും. പിന്നെയും വരും. എൻ്റെ ചുറ്റും 50-60 പേര് ഇരിപ്പുണ്ടാവും. ആ സമയത്തൊക്കെ പുള്ളി അവിടെ നിന്ന് വിളിച്ച് പറയും, ബെൽസൺ, യു സെൽ ഓൾ ദ സ്റ്റോക്സ് വിച്ച് യു ബോട്ട് ഓൺ ദാറ്റ് ഡേ. ആ ദിവസം വാങ്ങിച്ച എല്ലാ സ്റ്റോക്സും വിറ്റേക്കാൻ പറയും. അപ്പോൾ സാർ റേറ്റൊന്നും നോക്കണ്ടേ? ഒരു റേറ്റ് നോക്കണ്ട, നീ വിറ്റോ എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാത്തിനും ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം ഇദ്ദേഹമാണ് ആ ബ്രാഞ്ചിൽ എൻ്റെ കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരാൾ. അപ്പം അതിൻ്റെ റീസൺ എന്തായിരിക്കാം? പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ വാറൻ ബഫറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുവായിട്ടുള്ള വാറൻ ബഫറ്റ് പറയുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. ദ സെയിം തിയറിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടുതൽ അഗ്രസീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത് എപ്പോഴും വളരെ, ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണും സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ബൂമിങ്, അല്ലെങ്കിൽ ഇത്രയും ഉയരങ്ങൾ കിടക്കുന്നു, 85,000 ടച്ച് ചെയ്തു
എന്നൊക്കെ പറയുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും ശരി, TV ആണെങ്കിലും ശരി, സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുക്കും. മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് കണ്ടിട്ട് എല്ലാവരും ഓടി വരും. അപ്പോൾ ഓടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാർക്കറ്റ് അത്യാവശ്യം നല്ല പീക്കിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് കൂടുതൽ പേര് ട്രേഡ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് വരുന്നത്. എന്നാൽ ഞാൻ ഈ ജോസഫ് സാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇദ്ദേഹം നോക്കുന്നത്, ഇദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ്. ഇദ്ദേഹം നോക്കുമ്പോൾ എന്താണ്, ആരും മാർക്കറ്റിൽ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പുള്ളി ഡീലറിൻ്റെ ചുറ്റും ആരും ഇല്ലാത്ത സമയം നോക്കിയൊക്കെ പുള്ളി ബ്രാഞ്ചിൽ വരുന്നത്. കാരണം എന്താണ്, അങ്ങനെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലായിരിക്കും ഉണ്ടാവുക. ഡൗണിൽ നിൽക്കുന്ന ഒരവസ്ഥ, മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റിയാലോ, അതാണ് ഞാൻ എക്സാമ്പിളിലെ നായകനായിട്ടുള്ള ജോസഫ് സാറ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമുക്കും പറ്റിയെങ്കിലോ നല്ല ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇത് ആരും മനസ്സിലാക്കാറില്ല. ആ മനസ്സിലാക്കിയ വളരെ ചുരുക്കം പേരാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടാക്കുന്നത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ചുറ്റിനും ആരുമില്ല എന്ന് പറഞ്ഞാൽ ഓവറോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ എടുത്തു നോക്കിയാൽ അറിയാം, അക്കൗണ്ടുകൾ നല്ല രീതിയിൽ ഡേ ബൈ ഡേ വന്നിരുന്നത്. ഇപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് കുറഞ്ഞു, ഇൻവെസ്റ്റ്മേഴ്സ് കോളിംഗ് കുറഞ്ഞു. ഈ സമയത്തൊക്കെ ഇതിപ്പോൾ ഏകദേശം 2-2:30 മണിയാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തൊന്നും ആരും ഇങ്ങോട്ട് വിളിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കണം, സർ ബൈ ചെയ്യുന്നില്ലേ, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, ട്രേഡ് ചെയ്യുന്നില്ലേ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കണം. കാരണം എന്താ, മാർക്കറ്റിൽ ഈ അഗ്രഷൻ ഇല്ല. അതിൻ്റെ റീസൺ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രാഷാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാനിക് സിറ്റുവേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നേരെ തിരിച്ച് ചിന്തിക്കാൻ പറ്റിയാലോ. അപ്പോൾ ഈ സമയത്തല്ലേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ സമയം ശരിക്കും ലുലുവിൽ ഡിസ്കൗണ്ട് ഓഫർ നടക്കുന്ന പോലെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ലുലു ഡിസ്കൗണ്ട് ഓഫർ പോലെയാണ്. ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി സ്റ്റോക്സ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടും. നോക്കിക്കോന്നു, ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇപ്പോൾ മാറി നിൽക്കുകയല്ല ഉണ്ട്, ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട്, വളരെ ഗ്രീഡി ആയിട്ട് വരും, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. ഇപ്പം നന്നായിട്ട് ബൈ ചെയ്തോളൂ, ഒരു പേടിയും വേണ്ട, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 5 ഇയേഴ്സിലേക്ക് അർജൻറ്റ് മണി ആകരുത്. മിനിമം 3 to 5 ഇയേഴ്സിലേക്കെങ്കിലും മാറ്റി വയ്ക്കാവുന്ന എമൗണ്ട് മാത്രമേ ഇപ്പോൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അതർവൈസ് എവറിത്തിങ് ഈസ് പക്ക. ഇതെല്ലാം ഷോർട്ട് ടേം ഫോളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ ഷോർട്ട് ടേം ഫോൾസ് കുറേ ഉണ്ടാവും. ദീസ് ആർ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവും എന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ ഇതൊരു ഡിസ്കൗണ്ട് ഓഫറാണ്. അതുകൊണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.